ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ്ഗ് ബുർജിയാണ് കേട്ടോ, ഇന്ന് ചപ്പാത്തിക്കൊപ്പം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ പാനിലോട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ നല്ല കുരുകുരുന്നനെ നമ്മുടെ ചോപ്പറിൽ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ കറിവേപ്പില നമുക്ക് ശരീരത്തിന് നല്ലതാണെന്നൊക്കെ അറിയാം, പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളായാലും കുട്ടികളായാലും കറിവേപ്പില കാണുമ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഇതുപോലെ കറികളിൽ ചോപ്പറിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അത് മാറ്റി വെക്കില്ല, അപ്പോൾ നമ്മളത് അകത്തോട്ട് ചെല്ലും ചെയ്യും കേട്ടോ. അപ്പോൾ അതിനാണ് അങ്ങനെ ഒരുമിച്ചാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വാടി വരാനായിട്ട് ഞാൻ അത്യാവശ്യം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നപ്പോൾ നമുക്ക് പൊടികളായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകാണെങ്കിലും മുളക് പൊടിയാണെങ്കിലും നമ്മളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇടുക. പച്ചമുളകാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു എരിവിൻ്റെ ഒരു ചൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമാണ് പൊടികളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരുന്ന ആകുമ്പോഴേക്കും ഒരു തക്കാളി, ഒരു അത്യാവശ്യം വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളിയും സവാളയും ഈ പൊടികളും എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരുന്ന ഒരു പരുവത്തിനെത്തണം കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് തയ്യാറാക്കി വെക്കേണ്ടതാണ് മുട്ട. എത്ര മുട്ടയാണ്? ഇപ്പോൾ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, നമ്മൾ 3 പേരുണ്ട്, അപ്പോൾ 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ട ഉപ്പും കുരുമുളക് പൊടി ഇട്ട് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയും എല്ലാം ഒന്ന് സോഫ്റ്റായി എല്ലാം ഒരു പാകത്തിനായി വന്നപ്പോൾ അതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നല്ല ഒന്നൊന്നുമ തൊടാത്ത പോലെ നല്ല ഡ്രൈ ആയിട്ട് വരണം എന്നുള്ളതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഓരോരോ സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിങ്ങനെ തീ അത്യാവശ്യം ഫ്ലെയിം കൂട്ടി തന്നെ വെക്കുക. അപ്പോൾ അതിൻ്റെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഇങ്ങനെയാവും. എന്നാലും നമ്മുടെ ബുർജി റെഡി ആയിട്ടില്ല, നമുക്കത് ഇനിയും വിട്ട് കിട്ടാനുണ്ട്. നമ്മളതിന് മുന്നേ തന്നെ ക്ഷമയില്ലാതെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നനവ് ഒട്ടിപ്പിടിച്ചിങ്ങനെ ആ മുട്ടയുടെ ഒരു നനവിൽ നിൽക്കും. അങ്ങനെയല്ല, നല്ല പൊരിച്ച് നമ്മൾ മുട്ട പൊരിച്ച് കഴിക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെ വേണം അത് നിൽക്കാനായിട്ട്. അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെയാണ് ഈ എഗ്ഗ് ബുർജി ആവുള്ളൂ കേട്ടോ. അത് ആ മുട്ട ഒന്ന് ഡ്രൈ ആയി വരാനായിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഇത് ഏകദേശം ആ ഒരു പരുവത്തിനെത്തിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ നല്ല എന്താ പറയുക, നല്ല ഉലർന്ന് കിടക്കണത്, അങ്ങനെ ഒന്നൊന്നും തൊടാതെ നനവൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആയിട്ട് കിടക്കണം കേട്ടോ. ഈ മുട്ട ബുർജി എന്നൊക്കെ പറയുമ്പോൾ പണ്ടൊക്കെ സ്കൂൾ വെക്കേഷന് ബോംബെക്ക് പോകുമ്പോൾ ട്രെയിനിൽ ആദ്യത്തെ ദിവസം കഴിക്കുന്ന ഭക്ഷണം ഈ എഗ്ഗ് ബുർജിയും ചപ്പാത്തിയൊക്കെയാണ്. അതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഓർമ്മയിലുള്ളത്. അപ്പോൾ എന്തായാലും വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ എഗ്ഗ് ബുർജി എന്ന് പറയുമ്പോൾ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.